അൽ മുഅ്മിനുൽ ഖവി ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ്. മുഅ്മിനായ മനുഷ്യൻ, ആരോഗ്യമുള്ളവന് അല്ലാഹുവിന് ഇഷ്ടമാണ്. എന്തുകൊണ്ട് ഇഷ്ടമെന്നറിയോ? ആ ആരോഗ്യം കൊണ്ട് സമൂഹത്തിന് അവർ നന്മ ചെയ്യും. വയുൻഫിഖൂ മിമ്മാ അർസഖനാഹും. അല്ലാഹു നൽകിയതിൽ നിന്ന് ആരോഗ്യമാണ് അവരുടെ കയ്യിലുള്ളത്. മാഷാ അല്ലാഹ്. ആ ആരോഗ്യം കൊണ്ട് അല്ലാഹുവിലേക്ക് ഒരു ഖിദ്മത്ത് ചെയ്യും. അത് വേണം. ഇതൊക്കെ ദാനധർമ്മങ്ങളാണ്. ഒരു ദാനവും ചെയ്യാൻ കഴിയാത്ത ആരും ഇവിടെയില്ല. പുണ്യനബി പറയാൻ, അല്ലാഹു നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെയും അല്ലാഹുവിന്റെയും മുമ്പിൽ ആരുമില്ല. മുമ്പിലും പിറകിലും സൈഡിലും. മുമ്പിൽ നരകം, വലതു ഭാഗത്തും ഇടതു ഭാഗത്തും നിങ്ങളുടെ കർമ്മങ്ങൾ. ആ നരകത്തെ സൂക്ഷിക്കണോ? വലോ ബിശിഖ്ഖി തംറ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെന്നൊരു ആടിനറുത്ത് മാംസമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന് ആടിന്റെ കൈഭാഗം ഇഷ്ടമായിരുന്നു. കാന യുഹിബ്ബു ദിറാഅ്. ആടിന്റെ ഒക്കെ കൈയിന്റെ ഭാഗം നബി ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എല്ലാം വിതരണം ചെയ്തു. ഇത് പുണ്യ ഹബീബിന് ഇഷ്ടമായതല്ലേ, എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു മാംസ കഷ്ണം, അത് മാത്രം കൊടുത്തില്ല, ബാക്കിയൊക്കെ കൊടുത്തു. എത്ര മനോഹരമായ ഹദീസ്. യുക്തിവാദികളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളൊന്നും മുഴുവൻ നിങ്ങൾ പഠിക്കിൻ. ആ ഹബീബിനെ സ്നേഹിക്കാനല്ലാതെ ഒരിക്കലും നിങ്ങളുടെ നാവുകൊണ്ട് പൊഴുത്ത വാക്കുകൾ പറയാൻ കഴിയില്ല. നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ്, അറിയാത്തത് കൊണ്ടാണ്. പുണ്യനബി തങ്ങൾ ചോദിച്ചു, ആയിഷ അബഖിയ മിനശ്ശാതി ശൈഉൻ. ആടിന്റെ മാംസത്തിൽ നിന്ന് എന്തെങ്കിലും ബാക്കിയുണ്ടോ? യാ റസൂലല്ലാഹ് തസദ്ദഖ്നാ ബിഹാ ഇല്ലാ ദിറാഅഹാ. എല്ലാം ദാനം ചെയ്തു നബിയെ, ദാനം ചെയ്തു. പൈസ കൊടുക്കല്ല, ദാനം ചെയ്തു. ഫ്രീ ആയിട്ട് അയൽപക്കത്തെ വീട്ടുകാർക്ക് മുഴുവൻ കൊടുത്തയച്ചു. ഇല്ലാ ദിറാഉഹാ. അതിൻ്റെ കയ്യിൻ്റെ ഭാഗം മാത്രം വീട്ടിലുണ്ട് നബിയെ, ബാക്കിയെല്ലാം കൊടുത്തു. അത് അങ്ങേക്ക് ഇഷ്ടമുള്ളതാണല്ലോ, അതിൻ്റെ പേരിൽ ഞാൻ കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി എന്താണ്? ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം ബഖിയത് ഇല്ലാ ദിറാഉഹാ. ബഖിയത്, ആ ആട് എല്ലാം ബാക്കിയുണ്ട്, അതിൻ്റെ കൈയൊഴികെ. അത് നമ്മൾ തിന്നുന്നതാണ്, അത് അല്ലാഹുവിന്റെ അടുത്ത് കൂലിയായി കിട്ടില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. ബാക്കിയെല്ലാം നമുക്ക് ബാക്കിയുണ്ട്, ഈ കൈ നമുക്ക് ബാക്കിയില്ല. അല്ലേ ആയിഷ? എല്ലാം തീർന്നു, ഇതേ ബാക്കിയുള്ളൂ എന്ന് ആയിഷ ബീവി പറഞ്ഞു. തങ്ങൾ പറയാ, ഇത് ബാക്കിയില്ലാത്തതാണ്, ബാക്കിയുള്ളത് നിങ്ങൾ കൊടുത്തതാണ്, ദാനം ചെയ്തതാണ്. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ നമ്മുടെ വീടുകളിൽ ആർഭാടത്തോടെ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ വിവാഹത്തിന് ഞാൻ ചെലവഴിക്കുന്ന ആർഭാട ധൂർത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ഒരു 5 പവൻ സ്വർണമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് മാംഗല്യ സൗഭാഗ്യമുണ്ടാകുമെങ്കിൽ ഞാനത് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഏതെങ്കിലും മുതലാളിമാർ, കഴിവുള്ള ആളുകൾ നമ്മുടെ നാടുകളിൽ അതിനു വേണ്ടി ബാക്കി വെക്കുന്നുണ്ടോ? കൊറോണ കാലത്ത് 3 ദിവസം കല്യാണം. എന്തെന്നറിയോ? അന്ന് 30 ആക്കി ഒരു സിറ്റിങ്ങിൽ പറ്റുള്ളായിരുന്നു. ഇന്ന് അതേ 3 എല്ലാ ദിവസവും 1000, 2000, 3000 ആളുകൾ. എന്ത് മാറ്റ! എന്താ നമ്മൾ പഠിച്ചത്? എന്താ നമ്മൾ പഠിച്ചത്? നമ്മുടെ ജില്ലയിൽ നിന്ന് തുടങ്ങും, പിന്നെ എല്ലാ ജില്ലകളും ഇങ്ങനെ പോയി മലപ്പുറത്തൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾ പുതിയതോടെ തുടങ്ങിയിട്ടുണ്ടാവും. എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ധൂർത്തിന് അല്ലാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ? 100 രൂപ ഉള്ളവൻ കളിക്കുന്നത് 500ന്റെ കളിയാണ്. 1000 ഉള്ളവൻ 10,000ത്തിന്റെ കളിയാണ് കളിക്കുന്നത്. പിന്നെ കളിക്കാത്തോ ഇല്ലാത്തതുകൊണ്ടാണ് കളിക്കാത്തത്. ഉണ്ടായിട്ട് നിങ്ങൾ ഈ ധൂർത്ത് ചെയ്യാതിരിക്കുന്നുണ്ടോ? അതേ അല്ലാഹുവിന് വേണ്ടു. ഇല്ലാത്തവനില്ലല്ലോ. ഇല്ലാത്ത പിന്നെ കടം വാങ്ങിയിട്ടും പണയപ്പെടുത്തിയിട്ടും പലിശക്ക് വാങ്ങിയിട്ടും ചെയ്യുന്നുണ്ട്. അതിന് ഹിസാബ് അല്ലാഹുവിനോട് പറയേണ്ടി വരും. ധൂർത്ത് നമുക്ക് നിർത്തിക്കൂടെ? ആരെയാ നമ്മൾ ഈ പേടിപ്പിക്കുന്നത്? ആരെയാണ് നമ്മൾ ഈ ഞെട്ടിപ്പിക്കുന്നത്? മുഅ്മിനെ, ആരെയാ ഞെട്ടിപ്പിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് മാന്യമായ മനോഹരമായ ഭക്ഷണം നിങ്ങൾ കൊടുക്കൂ, അതിന് കൂലിയാണ്. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിക്കോ. പക്ഷെ എന്ത് ചെയ്യരുത്? ധൂർത്താക്കി കളയരുത്. ഭക്ഷണം കൊണ്ടുപോയി കൊട്ടുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. വിവിധ ഭക്ഷണം വെക്കുന്നതിനൊന്നും ശറഇലെതിരില്ല. ഭക്ഷണം വിവിധ അൻവാഉ തുആം, അതിനൊന്നും കുഴപ്പമില്ല. അതിഥികൾക്ക് നിങ്ങൾ വിവിധ തരത്തിലുള്ള ഭക്ഷണം വെച്ചു കൊടുത്തോളൂ, അതിനൊന്നും കുഴപ്പമില്ല. അത് നിങ്ങൾ കൊണ്ടുപോയി ചവറ്റുകൊട്ടയിൽ കൊട്ടിക്കളയരുത്. ഓരോ വറ്റിനും അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. കടുത്ത ധൂർത്ത്. മാതാപിതാക്കളോട് ചോദിച്ചാൽ അത് കുട്ടികളാണ് ഹാൻഡിൽ ചെയ്യുന്നത്, നമുക്കൊന്നും ചെയ്യാൻ വയ്യ. എത്രയാ ബില്ല് കൊടുക്കുന്നത് വാപ്പയും, ചെയ്യണത് മക്കളും.
അനാവശ്യവും ആവശ്യവും അത്യാവശ്യവുമുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ. അത്യാവശ്യം നിർബന്ധമാണ്, ചില ആവശ്യങ്ങളും നിർവഹിക്കപ്പെടാനുള്ളതാണ്. ഇത് ആവശ്യങ്ങളും കഴിഞ്ഞ അനാവശ്യങ്ങളിലേക്കാണ് നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ധൂർത്തുകൾ, ഇതിനെതിരെ നമ്മൾ ചിന്തിക്കേണ്ടയോ? ഒരുപക്ഷെ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയേക്കാം. പക്ഷേ തെറ്റല്ലേ? തെറ്റ് തന്നെയാണ്. തെറ്റ് തിരുത്തുന്ന ആർക്കും ഇഷ്ടമല്ല. ആലിമീങ്ങൾ, ഉലമാ എന്ന് പറയപ്പെടുന്ന മിമ്മൻ യുഖാലു ലഹും ഉലമാ, അത്തരം ആളുകളിലെ ചില പ്രശ്നങ്ങളെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഖുറാ എന്ന് പറഞ്ഞാലും ഉലമാ എന്ന് പറയുന്നതും രണ്ടും ഒരേ അർത്ഥത്തിലാണ് പല വിഷയങ്ങളിലും. ഇത് ഭയങ്കര ചർച്ച. എന്താ ഇങ്ങനെ പണ്ഡിതന്മാരെ പറയണോ? അതിൽ ഞാനും പെടുന്നുണ്ടോ? നിങ്ങൾ പെടുന്നുണ്ടോ? നമ്മൾ ആർക്കെങ്കിലും ഇതിൽ നിന്നൊരു മോചനം ഇങ്ങനെ ആവാതിരിക്കണ്ടേ എന്ന് ചിന്തിക്കേണ്ടതിന് പകരം നമ്മൾ കൊമ്പ് കോർക്കുകയാണ്. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. അവിടെ ഉലമാ എന്നല്ലേ പുണ്യനബി ഉപയോഗിച്ചത്. ഖുറാ എന്ന് പറഞ്ഞാലും ഉലമാ എന്ന് പറയുമ്പോഴും ആമ്മത്തൻ, പണ്ഡിതന്മാരെന്നറിയപ്പെടുന്നവർ എന്നാണ് അതിനർത്ഥം വരിക. എല്ലാവരും ഇതിൽ പെടൂല. ഉലമാ റബ്ബാനിയൂൻ, അള്ളാഹുവിന്റെ റബ്ബാനികളായ ഉലമാ ഉൽ ആമിലൂൻ, സച്ചരിതരായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. എന്നാൽ പണ്ഡിതന്മാരിലും തിരുത്തേണ്ടി വരും. തിരുത്തണം. സാധാരണക്കാരെ തിരുത്തണം, മുതലാളിമാരെ തിരുത്തണം, പാവപ്പെട്ടവരെ തിരുത്തണം, പറയുന്ന എന്നെ പോലത്തെ ആളുകൾ തിരുത്തണം. ഈ തിരുത്ത് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല, സ്വാഭാവികമാണ്. നമ്മൾ അങ്ങനെയാണോ അതിനെ വിചാരിക്കേണ്ടത്? പടച്ചോൻ, ഇതിൽ എന്തെങ്കിലും എനിക്ക് തിരുത്താനുണ്ടോ? ഇത് ഹദീസല്ലേ, പുണ്യനബിയുടെ ഹദീസല്ലേ? ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. കിതാബോധി പഠിച്ച ഉസ്താദുമാർക്ക് ഞാൻ ഈ പറയുന്ന ഹദീസിന്റെ അർത്ഥം അറിയും. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. ഖുറാ എന്ന് പറഞ്ഞാലും പുണ്യനബി തങ്ങൾ ഖിയാമുസ് സാഅയുടെ അടയാളങ്ങളിൽ പറഞ്ഞത് ഉലമാ എന്ന നാമകരണം പറയുന്നവരിൽ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, എന്നതിനർത്ഥം അല്ലദീന ഹും മിൻ ജമാഅത്തിൽ മുസല്ലീൻ എന്ന പോലെ തിരുത്തു വേണ്ടി വരും. തിരുത്തണം നമ്മൾ. എന്നെയും നിങ്ങളെയും തിരുത്താനുള്ള അധികാരം ആർക്കാണ്? ശാരിആയ അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ നിന്നോടത്തേ പറ്റൂ. ഒരുപക്ഷെ ഞാൻ പറയുന്ന പലതും ഞാൻ എന്നെ കല്ലെറിയുന്നുണ്ടതിൽ, ഞാൻ എനിക്ക് നേരെ പറയുന്നുണ്ട്, ഞാൻ തിരുത്തേണ്ട വിഷയങ്ങളുണ്ടതിൽ. എൻ്റെ നിയ്യത്തും എൻ്റെ ചിന്തകളും എൻ്റെ ഖസ്ദും ശരിയാവണം. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ദുബൈയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി വന്നതാണ്. എന്തിന് ഞാൻ ഇത്ര സമയം ദൂരെടുത്ത് വരണം? എന്തിന് ഉറക്കൊഴിക്കണം? എന്തിന് വരണം? ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് പറയണം? എന്താണ് എൻ്റെ ഖൽബിലെ ലക്ഷ്യം? ഒരുപക്ഷെ ഞാൻ വരണം, വരാത്തോ, ഇഷ്ടപ്പെടുന്നല്ലോ, വിടാത്തവരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കാം. എൻ്റെ ഖൽബിലെ നിയ്യത്ത് എന്താണ്? ഇതാണ് അള്ളാഹു എന്നോട് ചോദിക്കുക. ഞാൻ അതിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ട ആളാണ്. അവ്വലൻ വആഖിറൻ, ഞാൻ എന്നെ പറ്റി റബ്ബിനോട് ഹിസാബിനെ പറയേണ്ടത്. നിങ്ങളോട് എന്നെ പറ്റി ചോദിക്കൂല, പക്ഷെ നിങ്ങളോട് നിങ്ങളെ പറ്റി ചോദിക്കും, എന്നോട് എന്നെ പറ്റി ചോദിക്കും. നമ്മളൊക്കെ തിരുത്താനുള്ളവരാണ്. ഫൽനുആതിബ് അൻഫുസനാ. അതിനെന്താ കുഴപ്പം? അപ്പോഴേക്കും നമുക്കിങ്ങനെ ഇബ്ലീസ് ഇങ്ങനെ അഖദതുൽ ഇസ്സത്തു ബിൽ ഇസ്മി. സുബ്ഹാനല്ലാഹ്. യാ ആമിറൻ ലിഖറാബിദ്ദാരി മുജ്തഹിദൻ ബില്ലാഹി ഹൽ ലിഖറാബിദ്ദാരി ഉംറാനു ويا حريصا على الأموال تجمعها أقصر فإن سرور المال أحزان. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവനെ നീ എന്തിനാണ് വെറുതെ തളരുന്നത്? നമ്മുടെ വാപ്പമാര് വെച്ച വീടുകള് മക്കൾ പറയുന്നത് മോഡലില്ല, പൊളിച്ചിട്ട് പുതിയത് കെട്ടുക എന്ന് പറയും അല്ലേ? അപ്പോൾ നിങ്ങൾ പുതിയത് കെട്ടിപ്പോൾ വാപ്പുണ്ടാക്കിയ വല്യാപ്പുണ്ടാക്കിയ വീട് പേരക്കുട്ടി പൊളിക്കും. നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളെ പേരക്കുട്ടി പൊളിക്കും. വാപ്പാക്ക് ഒരു മോഡലൊന്നും അറിയില്ലായിരുന്നു എന്ന് അവർ പറയാം. ഇതിന് സേഫ്റ്റി ഇല്ല എന്ന് പറയും. അത് അടുത്ത തലമുറ പൊളിക്കും. ഈ ഉണ്ടാക്കുക പൊളിക്കുക ഈ ഒരു ചടങ്ങ് ഖിയാമത്ത് നാൾ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണത്. ഹല്ല് ഖറാബിദ്ദാരി ഉംറാനു. അതിനുവേണ്ടി ഒരുപാട് സമയം, വീടിന് വേണ്ടി, വീട് പണിക്ക് വേണ്ടി ഒരു കൊല്ലൊക്കെ ലീവ് എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ബാംഗ്ലൂർ പോവുക, ഒരു മാസം ബാംഗ്ലൂർ തങ്ങുക, ഒരു മാസം ചൈനയിൽ പോവുക, ഒരു മാസം ഇന്തോനേഷ്യയിൽ, ഒരു മാസം തുർക്കിയിൽ, പിന്നെ ഒരു 1.5 മാസം രാജസ്ഥാനിൽ നിൽക്കും. ചിലപ്പോൾ കല്ലൊക്കെ ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലോറിങ്ങിന്, പിന്നെ സ്വിച്ചിനും ഇതിനൊക്കെ ആയിട്ട് വേറെ കുറേ
എന്തിപ്പോൾ ഇതൊക്കെ ചെലവഴിച്ച സമയം എന്തിനായിരുന്നു? വീട് അതന്നെ. എന്നിട്ടോ എത്ര കാലം നിൽക്കും അറിയില്ല. എത്ര കാലം നിന്നു, എത്ര സമയം ചെലവഴിച്ചു, ഇതിന്റെ പേര് എത്ര ടെൻഷൻ അടിച്ചു നീ. അള്ളാഹുവിന് ഒരു നന്ദി പറയാൻ നിനക്ക് സമയം കിട്ടിയില്ല. എന്ത്, എനിക്ക് വീടായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ അള്ളാഹിനോട് ശുക്ർ പറയാ? വീടായി കിട്ടുന്നവരെ നീ അള്ളാഹ്ക്ക് നന്ദി പറഞ്ഞിട്ടില്ല. വീടായി 2 മാസം കൊണ്ട് നീ മരിക്കുകയും ചെയ്തു. ജീവിതത്തിൽ ശുക്ർ പറയാൻ നിനക്ക് നേരം കിട്ടിയില്ല. അൻസൽ മഹ്റൂം ഫമനിൽ മഹ്റൂം. ഏറ്റവും വലിയ ഹതഭാഗ്യന്മാരല്ലേ നമ്മൾ വിചാരിക്കുന്നു അതായിരുന്നു വലിയ നിഅമത്ത് എന്ന്. അല്ല, നിന്റെ ശ്വാസവും നിനക്ക് ദിക്ർ ചൊല്ലാനുണ്ടായിരുന്ന നാവും, ഇതിൻ്റെ ഒന്നും നമ്മൾ ഒരിക്കലും അള്ളാഹുവിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. വീടൊക്കെ പണി പൂർത്തിയായപ്പോഴാ ഡോക്ടർ പറയുന്നത് ഒരു മുഴ കാണുന്നുണ്ട്, നമുക്കൊന്ന് ഡയഗ്നോസ് ചെയ്യണം, നമുക്കൊന്ന് ബോംബെയിലേക്ക് വിടാം ഒരു ടെസ്റ്റിന്. കഴിഞ്ഞില്ലേ നമ്മുടെ ജീവിതം? കഴിഞ്ഞോ? അവിടെ അവസാനിച്ചില്ലേ? പിന്നെ വീടിന്റെ പെയിന്റ് നിനക്ക് കാണണോ? വേണ്ട. വീടിന്റെ ഫ്ലോറിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ടോ? ക്യാൻസറാണ് ഉള്ളിൽ കിടക്കുന്നത് എന്ന് ഡോക്ടർ പറയുന്നതിന്റെ മുമ്പേ നമ്മുടെ ജീവിതം അവസാനിച്ചു. സംശയം പറഞ്ഞാൽ മതി. ചെറിയൊരു ഗ്രോത്ത് കാണുന്നുണ്ട്. ഐ ഡൗട്ട്സ്. പേടിക്കൊന്നും വേണ്ട, നമുക്ക് ടെസ്റ്റ് വരട്ടെ. പേടിച്ചു. ഇനി പറയണ്ട, പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ പേടിച്ചു. ഇതിനു വേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിച്ചത്. എനിക്ക് വീടില്ല 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 എന്ന് പറഞ്ഞു നടന്ന് അള്ളാഹുവിനോട് ശുക്രൻ ലക യാ റബ്ബ്, നിനക്ക് ശുക്ർ ചെയ്യാനും നിന്റെ മുമ്പിൽ വണങ്ങാൻ സുജൂദിൽ കിടക്കാൻ, എന്റെ ഊരയും കാലും മുട്ടും വിരലുകളും മടങ്ങാൻ എന്റെ ശരീരം ഫ്ലെക്സിബിൾ ആക്കി തന്ന റബ്ബേ, എനിക്ക് സുജൂദ് ചെയ്യാൻ നീ അവസരം തന്നില്ലേ പടച്ചവനെ. ثم يدعون الى السجود وهم لا يستطيعون. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ ജലാലിയത്ത് കാണുമ്പോൾ ഒരുപാട് ആളുകൾ സുജൂദിൽ വീഴും. അപ്പൊ ചില ആളുകൾക്ക് സുജൂദിൽ വീഴാൻ തോന്നും, സാധിക്കില്ല. എന്തേ? ദുന്യാവിൽ അവർ അള്ളാഹുവിന് വേണ്ടി ഇന്റൻഷനലി തൃപ്തിയോടുകൂടെ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്തിട്ടില്ല. അവർക്ക് കഴിയില്ല. നമ്മൾ എത്ര അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടവരാ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അയൽപക്കത്തെ വീട്ടുകാരനെ നോക്കിയിട്ടാണ് നമ്മൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക. അവന്റെ എത്ര വലുതൊന്നും അല്ലല്ലോ എന്റെ വീട്, എന്നാ പിന്നെ അതിന് വലിയ അൽഹംദുലില്ലാ എന്ന് പറയാനായിട്ടില്ല. എപ്പോഴത് പറയാ? നിങ്ങൾ എപ്പോ പറയും അള്ളാഹുവിന് ശുക്ർ? വഖലീലും മിൻ ഇബാദിയ ശകൂർ. നമ്മൾ എന്തിനാ കാത്തിരിക്കണത്? ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ, അപ്പോഴേ എനിക്ക് ശുക്ർ ചെയ്യാൻ കഴിയൂ. എൻ്റെ കുട്ടീൻ്റെ കല്യാണം കഴിയട്ടെ, കുട്ടി ഇപ്പൊ ജനിച്ചിട്ടേ ഉള്ളൂ. വഖലീലും മിൻ ഇബാദിയ ശകൂർ. ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ റഹ്മത്താണ്. നിങ്ങളുടെ ശ്വാസം, മൂക്കിലൂടെ കയറുന്ന ഈ വായു, അതിനെ നമ്മുടെ ലങ്സുകൾ ഫിൽറ്റർ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പുറത്തുവിടാൻ നിങ്ങൾ പോലും അറിയുന്നുണ്ടോ? നിങ്ങൾ ശ്വസിക്കുന്നത്. കൊറോണ വന്ന് വെന്റിലേറ്ററിൽ കിടന്ന് ലക്ഷങ്ങൾ ഹോസ്പിറ്റലുകളിൽ കെട്ടിവെച്ച രോഗികൾക്ക് ചിലപ്പോൾ ഓർമ്മ വരും എത്രയാണ് ഈ ശ്വാസത്തിന്റെ വിലയെന്ന്. നമ്മൾ ആരെങ്കിലും അതിന്റെ വില അറിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? അല്ലാഹുവേ, എനിക്ക് ശ്വസിക്കാൻ കഴിവ് നൽകിയ റബ്ബേ ലക്കൽ ഹംദു യാ അല്ലാഹ്. എപ്പോഴെങ്കിലും നമ്മൾ അല്ലാഹ്ക്ക് വേണ്ടി ശുക്ർ പറഞ്ഞിട്ടുണ്ടോ? ശ്വസിച്ചതിന് നന്ദി. ഭക്ഷണം കഴിക്കുക, നമ്മൾ ആലോചിക്കുക, നമ്മൾ ആഗ്രഹിച്ച പല ഭക്ഷണങ്ങളുണ്ട്, അതൊന്നും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എപ്പോഴും ഒരു പച്ചക്കറിയും ചോറിനെ തിന്നുന്നുള്ളൂ, എനിക്കൊന്നും മന്തിയും അതൊന്നും തിന്നാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഗൾഫിലേക്ക് പോകാൻ പറ്റിയില്ലല്ലോ, ഞാൻ ഫ്ലൈറ്റ് എന്താ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഹറമിൽ എത്തിയിട്ടില്ലല്ലോ, എനിക്ക് അവിടെ ഇവിടെ പോകാൻ പറ്റിയില്ലല്ലോ. കാം ഡൗൺ, കാം ഡൗൺ, ശാന്തനായിരിക്കുക. ഇല്ലാത്തത് ഒരുപാട് പറയാനുണ്ടല്ലേ. ഉഷ്കുരിൽ ഹാദിർ, നിന്റെ കയ്യിലുള്ളതിന് നന്ദി പറയ്. ഇല്ലാത്ത മഫ്കൂദിന് വേണ്ടി നീ പരാതി പറയല്ല. എന്നിട്ട് നമ്മൾ പറയാം നമ്മളൊക്കെ അള്ളാന്റെ അടിമകളാണ്, മുത്തനബിന്റെ ഉമ്മത്തികളാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇത് എളുപ്പമാണെന്ന്? അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. അറിയണേ, അള്ളാഹുവിന്റെ സ്വർഗത്തിന് വലിയ വിലയുണ്ട്. നിങ്ങളുടെ നാട്ടിലെ 10 സെന്റ് വിലയുടെ ഭൂമിയുടെ വിലയല്ല അള്ളാഹുവിന്റെ സ്വർഗത്തിന്. നെല്ലിക്കുന്നിൽ ഇപ്പോൾ ഒരു സെന്റ് ഭൂമിക്ക് ഒരു പക്ഷേ 20, 30, 40 ഒക്കെ ലക്ഷം വില ഉണ്ടാവും. ചിലപ്പോൾ കാസർഗോഡൊക്കെ ടൗണിലെത്തിക്കഴിഞ്ഞാൽ കോടിയായിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ ഭൂമിക്ക്, സ്വർഗത്തിന് നമ്മൾ എത്രയാ വിലട്ടത്? നമ്മൾ പോകാൻ റെഡി ആയി നിൽക്കുക. അള്ളാഹിന്റെ സ്വർഗത്തൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം എന്നാ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ആ സ്വർഗത്തിന്റെ വില നമ്മൾ കൊടുത്തിട്ടുണ്ടോ? അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. അറിയണമേ, അള്ളാഹുവിന്റെ ചരക്കിന് നല്ല വിലയുണ്ട്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ജന്ന. അള്ളാഹുവിന്റെ ചരക്കെന്ന് പറയുന്നത് സ്വർഗമാണ്. 10 സെന്റ് ഭൂമി നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ മരിക്കണവരെ അധ്വാനിക്കണം. ദുന്യാവിൽ
അല്ലാഹുവിന്റെ മഹലായ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ ഖമഫ്ഹസ് ഖതാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവിന്റെ ഔദാര്യമാണത്. അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി എടുത്തു കൊടുത്താൽ, നിങ്ങൾക്ക് സമ്പത്തുണ്ടോ, ദുനിയാവിൽ ഒരു വീടായിട്ടുണ്ടോ, അല്ലാഹുവിന് വേണ്ടി ഒരു വീട് പണിയേ. വലൗ ഖമഫ്ഹസ് ഖതാ, ഒരു മാടപ്രാവിന് അസിർബൽ ഖതാ എന്ന് കവി പറയുന്ന പോലെ ഒരു കൊച്ചു പ്രാവിനിരിക്കാൻ പറ്റുന്ന പള്ളി എന്ന് പറഞ്ഞാൽ ഒരു മെഹ്റാബിന്റെ അത്രയും വലുപ്പം ഉണ്ടാവില്ല. പ്രാവിനിരിക്കാൻ മെഹ്റാബ്, ഒരു മിമ്പറിന്റെ അത്രയും വലുപ്പമില്ലാത്ത പള്ളി, അത് മതി. അതേ നിങ്ങളെ കൊണ്ട് കഴിയൂ എങ്കിൽ അത് മതി. അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗത്തിൽ കൊട്ടാരം തരും. മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് 11 മറ ബഅദ കുല്ലി സ്വലാ, ഫർള് നിസ്കാരം കഴിയുമ്പോൾ 11 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിതു തരും. വേണ്ട നമുക്കതൊന്നും വേണ്ട, ആവശ്യമില്ല, ഞാൻ ദുബായി പോയി ഉണ്ടായിക്കോളാം. എന്നാൽ ഈ 11 ഖുൽ ഹുവല്ലാഹു എന്നെ കൊണ്ടുപോകാൻ പറ്റൂല. നമ്മൾ ഓതുന്നുണ്ടോ? എവിടെയെങ്കിലും ചെന്നാലേ, ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്നാൽ ഇങ്ങനെ വെറുതെ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നൊരു മനുഷ്യനെ പറ്റി കേട്ടാൽ ആ നാട് മൊത്തം ബ്ലോക്കാണ്, അടുക്കാൻ പറ്റൂല. അല്ലാഹു പറയാ 11 ഖുൽ ഹുവല്ലാഹു അഹദിന് ഞാൻ ഉണ്ടാക്കി തരാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദൻ നുക്സിറു യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ ഇനി ഒരുപാട് ഖുൽ ഹുവല്ലാഹു ഓതാൻ പോവാണ്. 11 ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു ഫർള് നിസ്കാരത്തിന് ശേഷം ഓതിയാൽ പരലോകത്ത് മുതലാളിയാകുമെങ്കിൽ ഞങ്ങൾ ഓതാണ് നബിയെ. ഒരുപാട് കൊട്ടാരം അല്ലാഹ് തരേണ്ടി വരും. ഓദിക്കു ഉമറേ, അല്ലാഹു അസിയദു വഅക്സറു, അല്ലാഹുവിന് ഒരുപാട് തരാൻ കഴിയും. അള്ളാഹ്ക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചു ഓതാതിരിക്കണ്ട, നിങ്ങൾ ഓദിക്കോ, അള്ളാഹ് കോടിക്കണക്കിന് കൊട്ടാരം നിങ്ങൾക്ക് തന്നേക്കാം, അള്ളാഹ്ക്ക് തരാൻ കഴിയും, ഓദിക്കോളൂ, അതുകൊണ്ട് ഓതാതിരിക്കണ്ട. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ولا حول ولا قوة إلا بالله العلي العظيم غرس من غراس الجنة. സ്വർഗ്ഗത്തിലെ ഒരു ചെടിയാണ് നിങ്ങൾ നട്ടുവെക്കുന്നത് ആ ദിക്ർ ചൊല്ലുമ്പോൾ. ഒരു ഉണങ്ങിയ പറമ്പ് വാങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ തെങ്ങെങ്കിലും വേണ്ടേ, ഒരു മരം വേണ്ടേ? നിങ്ങളുടെ സ്വർഗ്ഗത്തിൽ നട്ടുപിടിപ്പിക്കാനുള്ള മരങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റുകളാണ്. ഇത് പുണ്യനബി പറയുമ്പോൾ നമുക്ക് ചൊല്ലാൻ നേരല്ല. സുബ്ഹാന ജല്ല ജലാലുഹു. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങളൊരു വെറുപ്പും എന്നോട് തോന്നല്ലേ. നിങ്ങൾ ഇതിന് പരലോകത്തെത്തിയാലെങ്കിലും നന്ദി പറയും. കളി കാണാൻ ഒരുപാട് നമ്മൾ ഉറക്കൊഴിച്ചില്ലേ. നമ്മുടെ മാലിക് ദിനാറിൽ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അള്ളാഹ്ക്ക് വേണ്ടി കുറേ ഉറക്കൊഴിക്കാൻ നമ്മളെ കൊണ്ടായില്ല, പക്ഷേ മെസ്സിക്ക് വേണ്ടി കുറേ ഉറക്കൊഴിച്ചു, നെയ്മറെ കാണാൻ ഉറക്കൊഴിച്ചു, റൊണാൾഡോക്ക് വേണ്ടി ഉറക്കൊഴിച്ചു, പല കളിക്കാർക്ക് വേണ്ടി ഉറക്കൊഴിച്ചു. അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം മുഴുവനായിട്ട് ഖുർആനിലും ദിക്റിലും നിസ്കാരത്തിലുമായി ഉറക്കൊഴിക്കാൻ ആ ഉറക്കൊഴിച്ച കുട്ടികൾക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം ചെയ്യും. എത്ര ദിവസങ്ങൾ ഫുട്ബോൾ കാണാൻ വേണ്ടി ഉറക്കൊഴിച്ചത്, ക്രിക്കറ്റ് കാണാൻ വേണ്ടി ഉറക്കൊഴിച്ചത്, അതിന് സമാനമായ ദിവസം അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കും. എന്നാൽ തന്നെ പകരാവൂല. അത് വലിയ നന്ദികേടാണ് നമ്മൾ ചെയ്തത്. വിലപ്പെട്ട സമയം ഇതൊന്നും നാളെ പരലോകത്ത് ഹിസാബ് കിതാബിൽ വരുമ്പോഴേ, കളി കാണാൻ വേണ്ടി 7 മണിക്കൂർ, കളി കാണാൻ വേണ്ടി 3 മണിക്കൂർ, അതിൻ്റെ മുമ്പും ശേഷവും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാൻ പോയി തിരിച്ചു വന്ന് സുബഹിസ്കരിക്കാതെ കടന്നുറങ്ങിയത്, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല നാളെ പരലോകത്ത്. വേണ്ടില്ലായിരുന്നു എന്ന് തോന്നും. ആവേശപ്പുറത്ത് കട്ടൗട്ടും വെച്ച് നടക്കില്ലേ. നമ്മളിതൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ഫാൻസാന്ന് നാട്ടുകാർ ചോദിക്കൂലേ. അതിനുവേണ്ടി ഒരുപാട് ധൂർത്ത് ചെയ്തു. കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തി. ആർക്കെന്നറിയോ? ആരോ കപ്പ് കൊണ്ടുപോയി അവർക്ക് കോടികൾ കിട്ടിയിട്ടുണ്ട്. നിനക്കെന്ത് കിട്ടി? നിന്റെ അമാലുകളിൽ നിന്ന് ഒരുപാട് സമയം വെട്ടിക്കുറച്ച് ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഒന്നുമില്ല. ബ്ലാങ്ക് ആണെങ്കിൽ രക്ഷപ്പെടായിരുന്നു. അതിനിടക്ക് അള്ളാഹിന്റെ അദാബ് കയറി കൂടുമോ എന്നാ പേടി. അതുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദികേടിന് തിരിച്ചൊരു നന്ദി അള്ളാഹുവിനോട് ചെയ്തേ പറ്റൂ. അത് നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യപ്പെടുന്നത്? പ്രായശ്ചിത്തമായിട്ട് തന്നെ ചെയ്യും. ഞാൻ ഇത്ര സമയം ഇങ്ങനെ കൊടുത്തില്ലേ, ഇനി ഇത്ര സമയം ഞാൻ അള്ളാഹുവിന് കൊടുക്കുകയാണ്, അതിൻ്റെ ഡബിളെങ്കിലും ചെയ്യ് എന്നെനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കും തോന്നുന്നില്ല. അത്രയെങ്കിലും ചെയ്യും, അത്രയെങ്കിലും. നിങ്ങൾക്കറിയാലോ എത്ര സമയം നിങ്ങൾ ചിലവഴിച്ചത് എന്ന്. ജീവിതം കളിയല്ല കുട്ടികളെ, ഇത് കളിയല്ല, ഇത് കാര്യമാണ്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥ, നിങ്ങളെ ഞാൻ ഇവിടെ കളിക്കാൻ വിട്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അല്ലാഹു ചോദിച്ചു.
ഇതിപ്പോൾ ലോകകപ്പ് കിടക്കുന്ന സമയത്ത്, ലോകകപ്പ് നടക്കുന്ന ഖത്തർ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഒരു ഉസ്താദ് വഅദ് പറഞ്ഞാൽ ഭയങ്കര വിവാദമായിരിക്കും. കളിക്കാനാണോ നിങ്ങളെ വിളിച്ചത് എന്ന് ഉസ്താദ് ചോദിച്ചു. ഒരുത്തൻ്റെ ക്ലിപ്പ്, അതിൻ്റെ ബാക്കിൽ 2 സിനിമാ നടന്മാരെ 4 ഡയലോഗും വെച്ചിട്ട് ഒരു കോമഡി ആക്കിയിട്ട് അങ്ങ് വരും അല്ലേ. എന്നിട്ട് നമ്മളിങ്ങനെ കണ്ടടാ അതാ നോക്ക് എൻ്റെ ഉസ്താദ്. സുബ്ഹാനല്ലാഹ്. ഇന്ന് കളിയാക്കിയതിന് പകരം നാളെ പരലോകത്ത് നിങ്ങളോട് അവർ കളിയാക്കും എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന ലോകമേ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളൂ. ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ലോകം പുണ്യനബി പറഞ്ഞെന്നപ്പോഴും തലക്ക് കയറിയിട്ടില്ല. ഒരുപാട് വാള് കേട്ടപ്പോഴും തലന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. പോയി അനുഭവിച്ചാലേ അറിയൂ എന്ന തോന്നലിൽ ജീവിച്ചതായിരുന്നു. പിന്നെ അനുഭവിക്കേണ്ടി വന്നു.